നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കാത്തിരുന്നിട്ട് KESന്റെ വിജ്ഞാപനം PSC പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് വിജ്ഞാപനം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട്, ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ആദ്യം തൊട്ട് ഒന്നും കൂടെ പറയാൻ പോവുകയാണ്. അപ്പൊ നോക്കിക്കോളൂ. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ 3/3/2025 എന്ന തീയതിയിലെ 14-ാം നമ്പർ തീരുമാന പ്രകാരം താഴെ പറയുന്ന തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു. ഗസറ്റിന്റെ തീയതി ഇന്നാണ്. അവസാന തീയതി ഏപ്രിൽ 9 ബുധനാഴ്ച 12 മണി വരെയാണ്. അപ്പൊ ഏപ്രിൽ 9-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുവരെ നിങ്ങൾ കാത്തിരിക്കേണ്ട കേട്ടോ. ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ, നിങ്ങളുടെ പ്രൊഫൈൽ മുഖേന ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇവിടെ അപേക്ഷ സമർപ്പിക്കേണ്ട രീതി കൊടുത്തിട്ടുണ്ട്. അതിപ്പം എല്ലാവർക്കും അറിയാമല്ലോ, ആർക്കും ഞാൻ അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. സോ അടുത്തതിലേക്ക് നോക്കാം. ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലം കാറ്റഗറി നമ്പർ 1/2025, 3/2025, അതായത് 1/2025, 2/2025, കാറ്റഗറി നമ്പർ 3/2025, അങ്ങനെ 3 സ്ട്രീമിലേക്കാണ് KES ഇപ്പൊ വിളിച്ചിട്ടുള്ളത്. നോക്കിക്കോളൂ. KES ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനീസ് സ്ട്രീം നമ്പർ 1, 2, 3. ശമ്പളം 77,200 മുതൽ 1,40,500 വരെയാണ്. ഒഴിവുകളുടെ എണ്ണം ശ്രദ്ധിക്കുക. ടോട്ടൽ 31 ഒഴിവുകളാണ്. ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു, എത്ര ഒഴിവാണെന്ന്. ടോട്ടൽ 31 ഒഴിവുകളുണ്ട്. സ്ട്രീം നമ്പർ 1-നകത്ത് 11 ഒഴിവുകൾ, സ്ട്രീം നമ്പർ 2-ല് 10 ഒഴിവുകളും, സ്ട്രീം നമ്പർ 3-ല് 10 ഒഴിവ്, അങ്ങനെ 31 മുഴുവൻ തസ്തികകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. ഇനി നിയമന രീതി നോക്കുവാണെങ്കിൽ സ്ട്രീം നമ്പർ 1-ലേക്കാണ് നേരിട്ടുള്ള നിയമനം വരുന്നത്. അതുപോലെ സ്ട്രീം നമ്പർ 2 എന്ന് പറയുന്നത് കേരള സർക്കാർ സർവീസിലെ വിവിധ വകുപ്പുകളിലെ പ്രൊബേഷൻ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിര അംഗങ്ങളായിട്ടുള്ള ജീവനക്കാരിൽ നിന്നും നേരിട്ടുള്ള നിയമനമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഓൾറെഡി ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്കാണ് സ്ട്രീം നമ്പർ 2. നമ്മുടെ ഏതാ നേരിട്ടുള്ള നിയമനം? 1/2025 കാറ്റഗറി, സ്ട്രീം നമ്പർ 1. ഇനി സ്ട്രീം നമ്പർ 3 എന്ന് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിശേഷാൽ ചട്ടം 2018-ലെ ഷെഡ്യൂൾ നമ്പർ 1-ൽ പരാമർശിച്ചിട്ടുള്ള സർക്കാർ വകുപ്പുകളിൽ 1-ാം ഗസറ്റഡ് തസ്തികയിൽ അല്ലെങ്കിൽ അതിനു മുകളിൽ ഉദ്യോഗം വഹിക്കുന്നവരോ, ഷെഡ്യൂൾ 1-ൽ പരാമർശിച്ചിട്ടുള്ള പൊതു കാറ്റഗറിയിലെ തത്തുല്യ തസ്തികകൾ, അതായത് ഗസറ്റഡ് ഓഫീസർക്കുള്ള ആ ഒരു സ്ട്രീമാണ് നമ്പർ 3. അപ്പം കോമൺ ആൾക്കാർ എഴുതുന്നത് ഏതാണ്? സ്ട്രീം നമ്പർ 1 ആണ്. ഓക്കെ, സ്ട്രീം നമ്പർ 1-ൽ എത്ര ഒഴിവുണ്ട്? 11 ഒഴിവുകളാണ് ഉള്ളത്. ഇപ്പൊ സംശയമല്ല, അതൊക്കെ തീർന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത്രയുമാണ് നമുക്ക് നോക്കാനുള്ളത്. പിന്നെ പ്രായപരിധി ഒരുപാട് പേര് ചോദിച്ചു, 35 വയസ്സ് വരെയൊക്കെ അനുവദിക്കുമോന്ന്. നമ്മുടെ പ്രിലിംസ്, UPSC പ്രിലിംസ്, UPSC മോഡൽ എക്സാംസ് തന്നെയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. സോ സ്ട്രീം നമ്പർ 1-ലേക്ക് 21 മുതൽ 32 വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റൂ. 2/1/1993-നും 1/1/2004-നും ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, സ്ട്രീം നമ്പർ 2 ആവുമ്പോൾ, അതായത് ഗവൺമെന്റ് ജോലിക്കാർക്ക് 21 മുതൽ 40 വയസ്സ് വരെ ആവാം. സ്ട്രീം നമ്പർ 3 എന്ന് പറയുന്നത് 50 വയസ്സിൽ താഴെ ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി സ്ട്രീം നമ്പർ 1-ല് 21 മുതൽ 32 വയസ്സ് വരെ എന്നുള്ളത് ആർക്കൊക്കെയാണ് വയസ്സിളവ് എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു 50 വയസ്സ്. ഇപ്പൊ സ്ട്രീം നമ്പർ 3-ല് 50 വയസ്സ് തികയാൻ പാടില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ യാതൊരു കാരണവശാലും 50 വയസ്സ് കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി ഉയർന്ന പ്രായപരിധിയിൽ താഴെ പറയുന്ന ഇളവുകൾ അനുവദനീയമാണ്. 1. കേരള സംസ്ഥാനത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷം, മറ്റ് പിന്നോക്ക വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കും. സോ 32 എന്നുള്ളത് SC/ST ആണെന്നുണ്ടെങ്കിൽ 5 വർഷം കൂടെ കൂടുതലും, മറ്റ് OBC വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 3 വർഷം ഇളവ് കൊടുക്കും. അതുപോലെ പട്ടികജാതിക്കാർക്ക് അനുവദിച്ചിട്ടുള്ള പ്രായപരിധിയിലുള്ള ആനുകൂല്യം പ്രായപൂർത്തിയായതിനു ശേഷം പട്ടികജാതിയിൽ നിന്നും ഏത് മതത്തിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുള്ളവർക്കും അവരുടെ സന്താനങ്ങൾക്കും ലഭിക്കുന്നതാണ്. പട്ടികവർഗക്കാർക്ക് മതപരിവർത്തനം കൊണ്ട് ഈ ആനുകൂല്യം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. കാഴ്ച, കേൾവി, സംസാരം തുടങ്ങിയ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ പരമാവധി 15 വർഷം വരെയും, അസ്ഥി സംബന്ധമായി ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 10 വർഷം വരെയും ഇളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കിക്കോണം. അതുപോലെ വിമുക്ത ഭടന്മാർക്ക് പരമാവധി പ്രായപരിധിയിൽ അവരുടെ പ്രതിരോധ സേനയിലുള്ള സേവനത്തിന് തുല്യമായ കാലത്തോളവും പ്രതിരോധ സേനയിൽ നിന്നും പിരിഞ്ഞു പോയതിനു ശേഷം തൊഴിലില്ലാതെ നിന്ന കാലത്തിൽ പരമാവധി 5 വർഷത്തോളം ഇളവ് അനുവദിക്കും. വിധവകൾക്ക് 5 വർഷം കൂടി അനുവദിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട വയസ്സിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ ഇങ്ങനെ മനസ്സിലുണ്ടായിക്കൊണ്ടിരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങ് വായിച്ചത്.
ഓക്കെ. അതുപോലെ EWS സംവരണം അവകാശപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വില്ലേജ് ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത റവന്യൂ അധികാരിയിൽ നിന്നും EWS സർട്ടിഫിക്കറ്റ്, അതായത് ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയിൽ 1 വർഷം തികയാത്തതോ പ്രമാണത്തിൽ പരിശോധനാ തീയതി വരെ നൽകിയിട്ടുള്ളതോ ആയ EWS സർട്ടിഫിക്കറ്റ് വാക്കി കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കണം. ഓക്കെ. ഭിന്നശേഷി സർട്ടിഫിക്കറ്റും EWS സർട്ടിഫിക്കറ്റും ഒക്കെ കൃത്യസമയത്ത് ഹാജരാക്കണമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞു പോകാനായിട്ട് പാടില്ല. ഓക്കെ. അതുപോലെ ഇനി യോഗ്യത എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എനി ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണ്ടല്ലോ. ഏത് ഡിഗ്രി ഉള്ളവർക്കും ഇതിനകത്ത് അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾ പ്രധാനമായിട്ടും ഈ കൂട്ടത്തിൽ തന്നെ നോട്ടിഫിക്കേഷനകത്ത് തന്നെ കൃത്യമായി കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ സിലബസും ഇതിന്റെ എക്സാമിന്റെ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. സ്കീം ആൻഡ് ഷെഡ്യൂൾ ഓഫ് എക്സാമിനേഷൻ നോക്കിക്കോളൂ. പ്രിലിമിനറി എക്സാമിനേഷൻ 2 പേപ്പറായിട്ടാണ് നടത്തുന്നത്. അത് നമ്മൾ കൃത്യമായി നേരത്തെ ചർച്ച ചെയ്താണ്. ഒന്നും കൂടെ നോക്കുക. ജനറൽ സ്റ്റഡീസ് നമ്പർ 1 ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. 100 മാർക്കിനാണ് ചോദ്യം. 1.5 മണിക്കൂറാണ് പരീക്ഷ. അതുപോലെ ക്വസ്റ്റ്യൻസ് വിൽ ബി ഇൻ ഇംഗ്ലീഷ് വിത്ത് ട്രാൻസ്ലേഷൻ ഓഫ് മലയാളം ഓ തമിഴ്. അവിടെ ശ്രദ്ധിച്ചു കേൾക്കുക. ഇംഗ്ലീഷിൽ പഠിക്കാത്തവർക്ക് നേരിടാൻ പോകുന്ന ഒരു വെല്ലുവിളി നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ക്വസ്റ്റ്യൻസ് വിൽ ബി ഇൻ ഇംഗ്ലീഷ്. ഉറപ്പായിട്ടും ഇതിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് തരുന്ന വേർഷനാണ് നമുക്ക് മലയാളം മീഡിയത്തിലേക്ക് കിട്ടാൻ പോകുന്നത്. സോ മലയാളത്തിലേക്ക് മാറ്റുമ്പം ഒരു തരത്തിലും ചില ചോദ്യങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം തന്നെ ഫോളോ ചെയ്യുക. ഇപ്പൊ NCERT ഒക്കെ ഓരോരുത്തരോട് പഠിക്കാൻ പറയുന്ന സമയത്ത് NCERTയുടെ മലയാളം വേർഷൻ ഇല്ലേ എന്ന് ചോദിച്ച് ഒരുപാട് മാസങ്ങൾ കളയുന്ന കുട്ടികളുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ അതൊന്ന് മാറി ചിന്തിക്കുക. KS എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ടും നല്ലൊരു ലെവൽ എക്സാം ആയിരിക്കും നടക്കാൻ പോകുന്നത്. സോ ഇനിയെങ്കിലും നിങ്ങൾ NCERT ഒക്കെ കൃത്യമായി പഠിക്കുക. ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എക്സാം നടക്കുന്ന ഡേറ്റ് ജൂൺ 14 ഈ വർഷം ജൂൺ 14 ഇത് രാവിലെയാണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ നമ്പർ 1 രാവിലെയാണ്. പേപ്പർ നമ്പർ 1 ജനറൽ സ്റ്റഡീസ് 2 എന്ന് പറയുന്നത് ഇത് 100 മാർക്ക്, ഇത് 50 മാർക്കിന് അടുത്ത ഒരു ലെവലും കൂടെ ഉണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻ ഇൻ പാർട്ട് 1 ഓഫ് പാർട്ട് 2 വിൽ ബി ഇൻ ഇംഗ്ലീഷ് വിത്ത് ട്രാൻസ്ലേഷൻ ഓഫ് മലയാളം. ഓക്കെ. ഇതും 14 തീയതി. അങ്ങനെ 150 മാർക്ക്. പിന്നെ പേപ്പർ നമ്പർ 2 നോക്കുക. ഇവിടെ 30 മാർക്കിന് ലാംഗ്വേജ് ആണ്, മലയാളം ലാംഗ്വേജ്. അതുപോലെ 20 മാർക്കിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും. ദെൻ പേപ്പർ നമ്പർ 1 ജനറൽ സ്റ്റഡീസ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ് മെയിൻ എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോണം. 100, 150, ഇവിടെ 50, 200 മാർക്കിനാണ് മൊത്തത്തിലുള്ള ചോദ്യം വരുന്നത്. ഇനി അടുത്തത് മെയിൻ എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ 3 പേപ്പർ ആയിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് എഴുത്തു പരീക്ഷ ആയിരിക്കും. അവിടെയും ഓർത്ത് വെച്ചേക്കുക, നമ്മൾ ഏത് മീഡിയം ആണോ സെലക്ട് ചെയ്യുന്നത് ആ മീഡിയത്തിൽ നമുക്ക് എക്സാം എഴുതാം. ഒക്ടോബർ 17 തീയതി രാവിലെയും ഉച്ചയ്ക്കുമായിട്ടാണ് എന്ത് വരാൻ പോകുന്നത്, മെയിൻ എക്സാം വരാൻ പോകുന്നത്. അതുപോലെ 300 മാർക്കാണ്. 2 മണിക്കൂറാണ് ഒരു പേപ്പറിന്. അങ്ങനെ 300 മാർക്കാണ് നമുക്ക് ഈ ഒരു എക്സാമിന് വരുന്നത്. ഇനി അത് പേപ്പർ നമ്പർ 3 വരുന്നത് ഒക്ടോബർ 18 മറ്റേ 2 പരീക്ഷ രാവിലെ ഉച്ചയ്ക്കുമായിട്ട് നടത്തും. പേപ്പർ നമ്പർ 3 വരുന്നത് മാത്രം ഒക്ടോബർ മാസം 18 തീയതി ആയിരിക്കും. ഇതിന്റെ ഫൈനൽ ഇന്റർവ്യൂവിന് 45 മാർക്ക് ജനുവരി ഫെബ്രുവരി മാസത്തിലായിരിക്കും ഇതിന്റെ ഫൈനൽ ഇന്റർവ്യൂ ഇവിടെ വന്നതിന് ശേഷം റാങ്ക് ലിസ്റ്റ് ഒക്കെ തീരുമാനിക്കാനായിട്ട് ഇടുന്നത്. ഇവിടെ ഡീറ്റെയിൽഡ് സിലബസും കൊടുത്തിട്ടുണ്ട്. ജനറൽ സ്റ്റഡീസ് നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ സിലബസ് തന്നെയാണ്. ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റീസണിങ്, ജോഗ്രഫി. പേപ്പർ നമ്പർ 2 പ്രിലിംസിന്റെ ആണ്. ജനറൽ സ്റ്റഡീസിനകത്ത് എക്കണോമി ആൻഡ് പ്ലാനിങ്, സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് ഇവന്റ്സ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, മലയാളം ലാംഗ്വേജ്, കന്നഡ, തമിഴ് എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ മെയിൻ എക്സാമിനേഷന് 3 പേപ്പർ ഡിസ്ക്രിപ്റ്റീവ് ലെവലാണ്. ഓരോന്നിനും 100 മാർക്ക്. അവിടെ നമ്മുടെ ആ പ്രിലിംസിന്റെ സെയിം സിലബസ് ആണ് വരുന്നത്. പക്ഷെ അത് എഴുതി ഫലിപ്പിക്കണം. എഴുത്തു പരീക്ഷയായിരിക്കും. അപ്പോൾ ഓരോ ടോപ്പിക്കിനകത്ത് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ എഴുതുന്നത് പോലെ തന്നെ പഠിച്ചുകൊണ്ട് പോയി അതിനെ പറ്റിയിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ പ്രാഥമിക പരീക്ഷ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമായിരിക്കും. പ്രാഥമിക പരീക്ഷയുടെ മാർക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ പരിഗണിക്കത്തില്ല. ഉദ്യോഗാർത്ഥിക്ക് മുഖ്യ പരീക്ഷയ്ക്കും അതുപോലെ ഇന്റർവ്യൂവിന് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് നിർണയം നടക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള KSനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പൊ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ഡിഗ്രി ലെവലുകാരെ ഫോക്കസ് ചെയ്തിട്ട് നമ്മളൊരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള NCERT, SCERT അതുപോലെ സ്പെഷ്യൽ ബുക്സിന്റെ എല്ലാം തന്നെ
ചാപ്റ്റർ വൈസ് നോട്ട്സും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകളും ഇനി ആഡ് ചെയ്യാനിരിക്കുന്നത് ഒരുപാട് UPSC പ്രിലിംസ് മോഡലിലുള്ള മോക്ക് ടെസ്റ്റുകളാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കേസിന് വളരെ കുറഞ്ഞ സമയമല്ല കിട്ടുന്നുള്ളൂ, നമുക്ക് നീണ്ടൊരു പഠന കാലയളവൊന്നും ഇല്ല. അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഇനി ഈ ഒരു NCERT എന്ന് പറയുമ്പം ഡിഗ്രി ലെവലുകാർക്ക് ക്ലാസിക്സ് NCERT വേണ്ടായിരുന്നു, ഏഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി ഒന്നും വേണ്ട, KS വരുന്ന സമയത്ത് അതും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതും കൂടെ ആഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. KSന് എൻക്വയറി വരുന്നുണ്ട്. സോ ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ചുരുങ്ങിയ സമയം കൊണ്ട് NCERT കവർ ചെയ്യാതെ KS ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ചെയ്യാം. അവിടെ NCERT കംപ്ലീറ്റഡ് ആണ്, മോക്ക് ടെസ്റ്റും കംപ്ലീറ്റഡ് ആണ്. ഇനിയും ബാക്കി ഓരോ മോക്ക് ടെസ്റ്റുകൾ, അതായത് സബ്ജക്ട് വൈസ് സിലബസ് വൈസ് മോക്ക് ടെസ്റ്റുകൾ ഞാൻ ചേർക്കുന്നതായിരിക്കും. അപ്പൊ അതും വേണം എന്നുണ്ടെങ്കിൽ 699 രൂപയ്ക്കാണ് ഇപ്പൊ നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, അതിലേക്ക് KS ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പം എന്തെങ്കിലും കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഡയറക്റ്റ് കമന്റ് ഇടുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.